ഹായ് നമസ്കാരം. വെനീസ് എന്റർടൈൻമെന്റ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിൽ നിന്ന് വന്ന ഒരു വീഡിയോ, അതായത് ഒരു ആദിവാസി യുവാവിൻ്റെ മുഖത്തേക്ക് മൂത്രമൊഴിക്കുന്ന ഒരു പരമ ചെറ്റയുടെ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിൽ ചെയ്തതാണ്. അപ്പം മധ്യപ്രദേശിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഒരു ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഒരു സാധു മനുഷ്യൻ്റെ മുഖത്തേക്ക് ഒരു പരമനാറി, അതായത് അവൻ്റെ പേരെന്ന് പറയുന്നത് പ്രവേശ് ശുക്ല എന്ന് പറയുന്ന ഒരു ഊളയാണ്. ഇവൻ BJPയുടെ അവിടുത്തെ ഏറ്റവും അടുത്ത മന്ത്രിയുടെ കേദാർനാഥ് ശുക്ലയുടെ ഏറ്റവും അടുത്ത ഒരു അനുയായി കൂടിയാണ് ഈ പറയുന്ന പ്രവേശ് ശുക്ല എന്ന് പറയുന്ന ഈ പരമ ചെറ്റയായിട്ടുള്ളവൻ. അപ്പോൾ ഈ ഒരു സംഭവം നടക്കുമ്പോഴത്തേക്ക് അടുത്ത് നിന്ന ഒരാളാണ് ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ ഈ വീഡിയോ എടുത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം അത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു. എന്തായാലും ഈ ഒരു വീഡിയോ വൈറലായതോടുകൂടി മധ്യപ്രദേശ് സർക്കാർ തന്നെ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം 2024 തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ ഇതുപോലുള്ള ഊള പരിപാടികളൊക്കെ കാണിച്ചതുകൊണ്ട് ഈ BJP സർക്കാരിന് എട്ടിൻ്റെ പണി കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം ഈ പറയുന്ന മധ്യപ്രദേശിൽ ഏതാണ്ട് 20% ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത്. അപ്പം BJP ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഭരണം നിലനിർത്തുന്നു അവിടെ എല്ലാം ഇതുപോലുള്ള സാധു ജനങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും അതുപോലെ തന്നെ അവരെ അവഹേളിക്കുകയും അവരെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന വാർത്തകളാണ് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് മണിപ്പൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് അവിടെ നിന്നും ഈ ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട ഈ മെയ്തികൾ എന്ന് പറയുന്ന വിഭാഗത്തെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി തന്നെ കരുതിക്കൂട്ടി ഓരോ ഗ്രാമങ്ങളിലേക്ക് ആയിരക്കണക്കിന് ആൾക്കാർ ഇറങ്ങിക്കൊണ്ടാണ് ആ ഒരു പ്രദേശം തന്നെ ഇല്ലാണ്ടാക്കുന്നത്, അല്ലെങ്കിൽ പ്രദേശത്തുള്ള ആൾക്കാരെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടുകൂടി ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷേ BJP സർക്കാർ ആദ്യം ഇതിനെ നിഷേധിച്ചെങ്കിലും ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയപ്പോൾ ഈ പറയുന്ന ഈ പ്രവേശ് ശുക്ല എന്ന് പറയുന്ന ഇദ്ദേഹത്തെ തള്ളിക്കൊണ്ട് മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശിവരാജ് ചൗഹാൻ രംഗത്ത് വരികയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ചുമത്തിക്കൊണ്ട് ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ കണ്ടിരുന്നു. ഇദ്ദേഹം സ്റ്റേഷനിലേക്ക് പോകുന്ന ആ രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഒരു കാവി ഷോളൊക്കെ നമ്മുടെ ഇതിൻ്റെ തലയിൽ മറച്ചുകൊണ്ടാണ് ഇദ്ദേഹം പോയത്. എന്നാൽ ഈ ഒരു സംഭവം നടന്ന് ഏതാണ്ട് മണിക്കൂറുകൾ കഴിയുമ്പോൾ ശിവരാജ് ചൗഹാൻ ഈ ഇരയാക്കപ്പെട്ട ഈ ആദിവാസി ഈ ഗോത്രവർഗത്തിൽപ്പെട്ട ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ പാദപൂജ നടത്തുന്ന ഒരു നാടകം, ഉലഗമി നാടകം എന്ന് പറയുന്നത് പോലെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നുണ്ട്. അപ്പം ബുദ്ധിയുള്ള അല്ലെങ്കിൽ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾക്ക് ഇത് മനസ്സിലാകും ഇതെന്താണ് അല്ലെങ്കിൽ ഇത് എന്തിനു വേണ്ടിയാണ് ചെയ്തത് എന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. കാരണം 2024 തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇതുപോലുള്ള കലാപരിപാടികളൊക്കെ ആയിട്ട് ഈ മഹാന്മാർ ഇറങ്ങിയിരിക്കുന്നത്. ഇതൊരു 2024 BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ചെയ്തതിന് തിരിച്ച് പണി അങ്ങോട്ടും കൊടുക്കും. കാരണം 5 വർഷം കഴിഞ്ഞിട്ട് ബാക്കി നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം. നമ്മുടെ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനങ്ങളിലും കാണാൻ സാധിക്കും. സ്നേഹത്തോടു കൂടിയാണ് ഈ പറയുന്ന ഈ ഗോത്രവർഗത്തിൽപ്പെട്ട ഇദ്ദേഹത്തെ, ഈ ഇരയാക്കപ്പെട്ട അല്ലെങ്കിൽ ഈ മൂത്രമൊഴിച്ച ഈ മുഖത്തേക്ക് മൂത്രം ഒഴിച്ച് അതിനിരയാക്കപ്പെട്ട ഈ മനുഷ്യനെ കൊണ്ടുവന്നിട്ട് പാദപൂജ നടത്തി അദ്ദേഹത്തിന് മാല ചാർത്തി വളരെ സന്തോഷപരമായിട്ട് യാത്ര ആക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ളൊരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. കാര്യം കേരള മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഇതൊരു മാതൃകയാക്കണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. കാരണം
അദ്ദേഹം ഏത് ഉദ്ദേശത്തിലാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു സംഭവം ചെയ്തത്? കാരണം ആദ്യം ഈ പറയുന്ന പല പ്രമുഖന്മാരും ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ ഈ പറയുന്ന പ്രവേശ് ശുക്ല എന്ന് പറയുന്ന ഇദ്ദേഹം BJPയുടെ വ്യക്താവല്ല എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു അഫിഡവിറ്റൊക്കെ വിട്ടതിന് ശേഷം ഈ സംഭവം കൈവിട്ട് പോയി എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് പിന്നീട് ഇദ്ദേഹത്തെ തള്ളി പറഞ്ഞുകൊണ്ട് പിന്നെ അദ്ദേഹത്തിനെ ജയിലിലേക്ക് അയച്ചുകൊണ്ട് ഇവർ കൈയുരിയിരിക്കുന്നത്. അപ്പം തെറ്റുകൾ മനസ്സിലാക്കാനുള്ള ചെറിയ ബോധം ഒക്കെ ഈ പറയുന്ന ഊളകൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു വീഡിയോ കാണുന്നതോടുകൂടി നമുക്ക് മനസ്സിലാവും. കാരണം 2024 തെരഞ്ഞെടുപ്പ് BJP സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ്. 2 പതിറ്റാണ്ടായിട്ട് BJP ആണ് ഇപ്പം ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ നന്മ ആഗ്രഹിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഒരുപക്ഷെ ഇത്രയധികം കഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ഗുണവും ഈ പറയുന്ന പ്രസ്ഥാനങ്ങളെ കൊണ്ട് ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കാരണം ഇനിയിപ്പോൾ വിറ്റ് തൊലയ്ക്കാനായിട്ട് ഒന്നുമില്ല, നമ്മളെ പോലുള്ള ആൾക്കാരെ മാത്രമേ ഉള്ളൂ ഇനി വിൽക്കാനായിട്ടുള്ളത്. അതുകൊണ്ട് ഇനി അതും ഒരു പക്ഷേ ചിലപ്പോൾ ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ BJP സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഓരോ കുടുംബത്തിലെ ഓരോരുത്തരെയും കൂടെ ഇദ്ദേഹം വിൽക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എന്തായാലും നല്ലൊരു നാടകമാണ് ഇപ്പോൾ നമ്മൾ അല്പസമയം മുമ്പ് കണ്ടത്. ഉലകമേ നാടകം എന്നൊക്കെ പറയാം നമുക്ക്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഒരുപാട് നാടകങ്ങൾ ഇനിയും കാണാനായിട്ടുണ്ട്. 2024 എത്തുന്നതിന് മുമ്പായിട്ട് പല പല സംഭവങ്ങളും നമ്മൾ നേരിടേണ്ടി വരും. അപ്പോൾ ഈ ഒരു വീഡിയോ പ്രേക്ഷകരായ നിങ്ങളെല്ലാവരും കണ്ടതാണ്. അപ്പം ഇതിനടക്കം തന്നെ ഈ പറയുന്ന ഈ പ്രവേശ് ശുക്ല എന്ന് പറയുന്ന ഈ പരമ ഊള ആയിട്ടുള്ള ഇവൻ ഒരു പാപം പിന്നെ മനുഷ്യൻ്റെ മുഖത്തേക്ക് മൂത്രമൊഴിച്ചപ്പോൾ ലോകമെമ്പാടുമുള്ള ആൾക്കാർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. കാരണം ആ ഒരു ഒറ്റ സംഭവം തന്നെ നമ്മുടെ ഇന്ത്യ എന്ന ഈ ഒരു മഹാരാജ്യത്തെ മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ നാണം കെടുത്തുന്ന അല്ലെങ്കിൽ തലകുനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളാണ് ഈ പരമനാറികൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ പറയുന്ന നമ്മുടെ മണിപ്പൂർ എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പോഴും അവിടെ കെട്ടടങ്ങിയിട്ടില്ല. പല പല ഞെട്ടിക്കുന്ന സംഭവങ്ങളുമാണ് ഈ മണിപ്പൂർ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നും ഈ പറയുന്ന ആൾക്കാർക്കൊന്നും സംസാരിക്കാനില്ല എന്നാണ് തമ്പ്രാക്കന്മാരുടെയൊക്കെ ഒരു വിലയിരുത്തൽ. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെയൊക്കെ സ്വന്തം വിനീസ് TV എന്റർടൈൻമെന്റ്.